എല്ലാവർക്കും നമസ്കാരം. ഒക്ടോബർ 7, 2023 എന്നത് ഹമാസിന്റെ വിധി എഴുതിയ ദിവസമായിരുന്നു എന്ന് പറയാം. കാരണം ആത്മവിശ്വാസം വർദ്ധിച്ച ഹമാസ് ഇസ്രായേലിൻ്റെ അതിർത്തികൾ ലംഘിച്ച് അകത്ത് കയറി 1500-ലധികം വരുന്ന ആളുകളെ കൊന്നുതള്ളി 250-ലധികം വരുന്ന സാധാരണക്കാരായ നിരപരാധികളായ ആളുകളെ ബന്ദികളാക്കിക്കൊണ്ട് തിരിച്ച് പോരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇസ്രായേൽ അടങ്ങിയിരുന്നില്ല. ഒരു വർഷം കഴിയുന്ന വേളയിൽ ഏറ്റവും ഒടുക്കം ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒക്കെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഒടുക്കം നിൽക്കക്കള്ളിയില്ലാതെ ഇപ്പോൾ വെടിനിർത്തൽ വരുന്നു. പക്ഷേ എന്നാൽ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള സദേൺ ലെബനൻ പ്രദേശത്ത് ഹിസ്ബുള്ള അവരുടെ സൈനിക നീക്കങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇസ്രായേൽ അവരുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് വീണ്ടും വെടിനിർത്തൽ വന്നതിനും ഒരു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രത്യാക്രമണം നടത്തി. എന്തായാലും ഒടുക്കം ഇനിയിപ്പോൾ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ആയുധബലമില്ല, ആൾബലമില്ലാത്ത ഘട്ടത്തിൽ ഇനി അവരെ സംബന്ധിച്ച് ആകെയുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ അവർക്കുള്ള നിലനിൽപ്പെന്ന് പറയുന്നത് ബന്ദികളാക്കി ഇപ്പോഴും അവർ കയ്യിലിരിക്കുന്ന വളരെ കുറച്ച് മനുഷ്യരുടെ ജീവൻ വെച്ചുള്ള കളിയാണ്. അത് ഹമാസ് തുടങ്ങിയിരിക്കുകയാണ്. ഒടുക്ക ഹമാസ് അവസാനവട്ട രക്ഷപ്പെടൽ എന്ന നിലയിൽ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കൽ എന്ന നിലയിൽ ഒരു ഇസ്രായേലി അമേരിക്കൻ ബന്ദിയുടെ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ്. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് തൻ്റെ മോചനം ഉറപ്പാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന വീഡിയോ ആണ്, ഒരു ബന്ദിയുടെ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. വീഡിയോയിലുള്ള ഹോസ്റ്റേജിൻ്റെ പേര് എഡാൻ അലക്സാണ്ടർ എന്നാണ് മനസ്സിലാക്കുന്നത്. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇംഗ്ലീഷിലും ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഹീബ്രു ഭാഷയിലും നേരിട്ട് അഭിസംബോധന ചെയ്യുകയും ഞങ്ങൾ ബന്ദികൾ എവിടെയുണ്ട്, ബന്ദികളെ മോചിപ്പിക്കാൻ എത്രയും വേഗം ഇടപെടണമെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. ഏകദേശം 3.5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ അങ്ങേയറ്റം ഭയപ്പെട്ട് വിളറി വെളുത്ത് ഒരു മതിലിന് നേരെ ഇരുണ്ട സ്ഥലത്തിരുന്നായാണ് ഈ ബന്ദിയുടെ വീഡിയോ കാണപ്പെടുന്നത്. എന്തായാലും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ആകെ കാര്യം അവർക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആളുകളുടെ ബലം അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവൻ എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അത്രയധികം പ്രഷ്യസ് ആണ്. ഇവരുടെ ഒരു സൈനികനെ വിട്ടുകിട്ടാൻ വേണ്ടി മാത്രം 1200-ലധികം വരുന്ന ഇസ്രായേൽ തടങ്കലിലാക്കി വെച്ചിരുന്ന ഹമാസ് തീവ്രവാദികളെ വിട്ടുകൊടുത്തവരെ സംഭവങ്ങളുണ്ട്. അവിടെ നിന്നാണ് യഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹമാസിന് അറിയാം ഇസ്രായേൽ ഒരു ബന്ധി ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ഇസ്രായേൽ നീളും. ആ തരത്തിലേക്കുള്ള കരാറുകളിലേക്ക് അവർ ഒപ്പിടാനുള്ള സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഹമാസ് ഇപ്പോൾ ആ ബന്ധികളെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസുമായി കരാറുണ്ടാക്കാനും ഇസ്രായേൽ നേതാക്കളോട് ആവശ്യപ്പെടുമെന്ന് എന്തായാലും 20 വയസ്സുള്ള തടവുകാരൻ്റെ അമ്മ വീഡിയോ കണ്ട ശേഷം പ്രതികരിച്ചിട്ടുണ്ട്. വീഡിയോയിലും ഈ 20 വയസ്സുകാരനായ അലക്സാണ്ടർ ആവശ്യപ്പെടുന്നതും അപേക്ഷിക്കുന്നതും തന്നെയാണ്. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിനിടെയാണ് അലക്സാണ്ടറിനെ തട്ടിക്കൊണ്ടുപോയത്. ഇപ്പോൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഏകദേശം 101ഓളം വിദേശ ഇസ്രായേൽ ബന്ദികളിൽ പകുതിയോളം പേരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയുന്ന ഒരു കരാറിലെത്താനുള്ള വഴികൾ ഇസ്രായേൽ കണ്ടെത്തണമെന്ന ആവശ്യം കുറേ നാളുകളായി ഉയരുന്നുണ്ട്. നമുക്കറിയാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി നടത്തുന്ന പ്രത്യാക്രമണങ്ങളിൽ അവർ യാതൊരു തരത്തിലുള്ള മാനുഷിക പരിഗണനയും കാണിക്കാതെ ഏകദേശം 50,000-ഓളം അടുത്ത് വരുന്ന ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായി. അവരെ സംബന്ധിച്ചിടത്തോളം പിറന്നു വീണ സമയം മുതൽ പ്രതിസന്ധികൾ നേരിടുന്നൊരു രാഷ്ട്രമാണ് ഇസ്രായേൽ. പിറന്നു വീണ കാലഘട്ടം മുതൽ തന്നെ ചുറ്റുമുള്ള അറബി രാഷ്ട്രങ്ങളിൽ നിന്നും പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും നേരിടുന്നൊരു ജനതയാണ് ജൂതന്മാർ. അവർ കഷ്ടപ്പെട്ട് അവർ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയുടെ മേൽ മറ്റൊരു വിഭാഗം അവരുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടയുടെ ഭാഗമായി എതിർക്കുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉയിര് കൊടുത്തു നിൽക്കുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അവരുടെ സംരക്ഷണം, അതിർത്തി പ്രദേശങ്ങളിലെ സ്വന്തം ജനങ്ങളുടെ സമാധാന ജീവിതം എന്നിവ അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് അവർ ഏത് തരത്തിലും ഏത് തലത്തിലേക്ക് നീങ്ങിയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് സമാധാനം ആവശ്യമുണ്ട്, ഹമാസും ഹിസ്ബുള്ളയും നിലനിൽക്കുവോളം ഞങ്ങൾക്ക് അതിജീവനത്തിന് പരിമിതികളുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ സ്ഥിരമായ പ്രശ്നങ്ങൾ നേരിടുമെന്നൊരു ബോധ്യത്തിൻ്റെ പുറത്താണ് ഇവർ ആക്രമിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും ഹമാസിനെ അവർ തരിപ്പണമാക്കി കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ഒരു കണക്കനുസരിച്ച് 2023 ഒക്ടോബർ 7 251 ഇസ്രായേലികളെയാണ്, വിദേശികൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഇസ്രായേലിൽ നിന്ന് അവർ ഹോസ്റ്റേജുകളായി പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. അതേസമയം ഹമാസ് ബന്ദികളാക്കിയ 6 പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന സെപ്റ്റംബർ 1 സ്ഥിരീകരിച്ചിരുന്നു. കുറച്ചധികം ആളുകളെ വിട്ടുകിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റഫേലെ അണ്ടർഗ്രൗണ്ട് തുരങ്കത്തിൽ നിന്നാണ് ഇവരുടെ മൃതദേഹം അന്ന് കണ്ടെത്തിയത്. 2-3 ദിവസം മുമ്പ് തന്നെ ഇവർ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് അന്ന് സേന വിലയിരുത്തിയത്. അന്ന് കൊല്ലപ്പെട്ടവരിൽ 6 സ്ത്രീകളുണ്ട്. 6 പേരിൽ ഒരാൾ ഹെർഷ്,
ഗോൾഡ്ബർഗ് പോളിൽ നിന്ന് അമേരിക്കൻ പൗരനാണെന്നൊക്കെ US പ്രസിഡന്റ് ജോ ബൈഡൻ അന്ന് സ്ഥിരീകരിച്ചിരുന്നു. അതായത് ബന്ധികളാക്കിക്കൊണ്ട് പോയ ആളുകളിലും ഇവർ കൊന്നു തള്ളിയ ധാരാളം ആളുകളുണ്ട്. മറ്റൊരു പ്രചരിച്ചിരുന്ന കഥയാണ് യഹ്യ സിൻവറിൻ്റെ മരണത്തോടെ ഇസ്രായേൽ സൈന്യത്തിനും രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിനോ കണ്ടെത്താൻ കഴിയാത്ത ഒട്ടേറെ ഒളിയിടങ്ങൾ ഇപ്പോഴും ഗാസയിൽ അവശേഷിക്കുന്നെന്ന് തിരിച്ചറിവ് വന്നിട്ടുണ്ട്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ നടത്തുന്ന കരയുദ്ധത്തിൽ അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിഭീകരമായിട്ടുള്ള അണ്ടർഗ്രൗണ്ട് കിലോമീറ്ററുകൾ നീളുന്ന ധാരാളം സൗകര്യങ്ങളുള്ള അണ്ടർഗ്രൗണ്ടുകൾ ഹമാസ് തീവ്രവാദികൾ വികസിപ്പിച്ചിട്ടെടുത്തുണ്ട്. മാത്രമല്ല സ്കൂളുകളിൽ, ആളുകൾ താമസിക്കുന്ന വീടുകളിൽ, അവരുടെ പൂമുഖങ്ങളിലൊക്കെ തന്നെയും ഈ പറഞ്ഞ പോലെ റോക്കറ്റുകളും മിസൈലുകളും വെടിക്കോപ്പുകളും സൂക്ഷിച്ചിരിക്കുന്ന ഹമാസ് തീവ്രവാദികളെ കാണാൻ സാധിച്ചു. എന്തായാലും ഇൻ ബിറ്റ്വീൻ ഈ ജേണിയിൽ എല്ലായിടങ്ങളിലും ഹമാസിൻ്റെ തീവ്രവാദികൾ കൊണ്ടുപോയ ആളുകളുടെ സുരക്ഷയൊന്നും നോക്കിയിട്ടില്ല. മാത്രമല്ല കൊണ്ടുപോയ ആളെ കൊന്നു തള്ളിയിട്ടുമുണ്ട്. ഇപ്പോഴും അവരെ വെച്ച് വില പേശിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇസ്രായേൽ സൈന്യത്തിൽ നിന്നും രക്ഷ നേടാനായിട്ട് കവചമായിട്ട് ഹമാസ് തലവനായ യഹ്യ സിൻവർ ബന്ദികളെ ഉപയോഗിച്ചിരുന്നു എന്നൊരു വാർത്തയും പ്രചരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം നമ്മളെല്ലാവരും കണ്ടതാണ്. സിൻവർ തുരങ്കങ്ങളിൽ തന്നെയാണ് ഒളിച്ചിരുന്നത്. എന്നാൽ ധാരണകളിൽ നിന്ന് നമ്മൾ വിചാരിച്ചതിന് വിരുദ്ധമായി സിൻവറെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നാണ് ഇസ്രായേൽ സൈന്യത്തിന് വീണ് കിട്ടുന്നത്. പക്ഷേ ഈ സമയങ്ങളിലൊന്നും തന്നെ യാതൊരു തരത്തിലും പ്രതിരോധം തീർക്കാൻ സാധിക്കാതെ കൈയും കാലുമൊക്കെ ഒടിഞ്ഞും ദുരന്തപൂർണമായ സിറ്റുവേഷനിലാണ് യഹ്യ സിൻവർ കൊല്ലപ്പെടുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് തന്നെ ഏകദേശം 2 ദിവസങ്ങളായെന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം സുരക്ഷാ കവചമായി ബന്ദികളെ കൊണ്ട് നടന്നിരുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ എവിടെയോ വെച്ച് അതും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലായത്. എന്തായാലും ആളെ കൊല്ലുന്ന ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ബന്ദികളെന്ന് പറയുന്ന അവർക്ക് ഇപ്പോൾ നിലവിൽ തകർന്നരിപ്പണമായിരിക്കുന്ന അവസ്ഥയിൽ അതിജീവിക്കാനുള്ള ആകെയുള്ളൊരു ടൂൾ മാത്രമാണ്. എന്തായാലും ഹമാസ് തീർന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഇവർ യുദ്ധം നടത്തിയതെന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. കാര്യം ഇസ്രായേലിനെ തകർത്ത് കളയും, ഇസ്രായേലിലെ ആളുകളെ ഓടിച്ചു വിടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ യുദ്ധം ചെയ്തത്. പക്ഷേ ഏറ്റവും ഒടുക്കം ബന്ദികളുടെ അടുത്തു നിന്ന് അവരെ കൊണ്ട് തന്നെ പറയിക്കുകയാണ്, എന്തെങ്കിലും കനിവ് നടത്തി ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് ബന്ദികളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഹമാസ് എത്തിയിരിക്കുന്നു. എന്തായാലും ഹ്യൂമൻ ഷീൽഡ് വെച്ചുകൊണ്ട് വിലപേശുന്ന തറ യുദ്ധരീതിയാണ് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമുള്ളത്. ആ തറ യുദ്ധരീതി തന്നെ അവർ ഇപ്പോഴും പിന്തുടരുകയാണ്. ഇറാൻ പിന്തുണയുള്ള ലെബനനിലെ സായുധ സംഘടന ഹിസ്ബുള്ളയുടെ വമ്പൻ ആയുധ ശേഖരമൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. അതായത് സ്കൂളിനൊക്കെ അടുത്തു നിന്നാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകളും മൈതാനങ്ങളും കുട്ടികളും താമസിക്കുന്ന ഇടങ്ങളിൽ അവരുടെ വീടുകളിലുമൊക്കെ ഇങ്ങനെ തങ്ങളുടെ ആയുധങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്ന ഹിസ്ബുള്ള ഹമാസ് തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ കണ്ണുനീരിനോ അവൻ്റെ ജീവനോ യാതൊരു തരത്തിലുള്ള വിലയുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇസ്ലാമിക ജിഹാദ് നടത്താനുള്ള ഒരു ജിഹ്വ മാത്രമായാണ് അവർ ഇതിനെല്ലാം കാണുന്നത്. എന്തായാലും അവസാന ഘട്ടത്തിൽ ഈ ബന്ദിയുടെ വീഡിയോ പുറത്താവുന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹമാസ് ഇസ്രായേലിൻ്റെ മുന്നിൽ നഖശികാന്തം പരാജയപ്പെട്ടിരിക്കുന്നു. അവർ ഇസ്രായേലിൻ്റെ കാലിൽ പിടിച്ച് മാപ്പിരക്കുന്ന അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും ജീവിക്കണം എന്നുണ്ടെങ്കിൽ, ഇനിയും എന്തെങ്കിലും തരത്തിൽ ശേഷി കൈവരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇനിയും സമയം ആവശ്യമുണ്ട്. ആ സമയം മാത്രമാണ് അവരിപ്പോൾ ബന്ദികളെ മുന്നിൽ വെച്ചുകൊണ്ട് വിലപേശിക്കൊണ്ട് ചോദിക്കുന്നത്. എന്തായാലും വെടിനിർത്തൽ മണിക്കൂറുകൾ മാത്രം നിലനിൽക്കുന്നൊരു കാര്യമായിരുന്നു. എന്തായാലും ഇനി എന്തായിരിക്കും ഇസ്രായേലിൻ്റെ നടപടി? ഇസ്രായേൽ ഈ വീഡിയോ കണ്ട ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഈ സൈക്കോളജിക്കൽ വാർ നടത്തുകയാണെന്നാണ്. അതായത് ഒരാളെ മാനസികമായി ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിൽ സൈക്കോളജിക്കൽ വാർ നടത്തുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബന്ദികൾ കുറച്ചുപേരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നറിയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ഇസ്രായേൽ ഇക്കാര്യത്തിൽ എന്ത് തരത്തിലുള്ള നിലപാടെടുത്ത് പോകും എന്നത് വലിയ ചർച്ചയാവുന്നുണ്ട്.